ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പേരെ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. പുതിയ ഓരോ പ്രോഗ്രാം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ വല്ല ചർച്ചകൾക്കും വേണ്ടിയൊക്കെ നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്താറുണ്ട്. എന്നാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മുന്നേ നടത്തിയ ചർച്ചകൾ പുതുതായി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നവർക്ക് പഴയ ചാറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കാറില്ല. എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് പഴയ ചാറ്റുകളും നമ്മൾ പുതുതായി ആഡ് ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതെങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് അല്ല എങ്കിൽ ഏറ്റവും പുതിയ വേർഷനിലേക്ക് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം, വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് കാണുന്നുണ്ടെങ്കിൽ പുതിയ വേർഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല ഓപ്പൺ എന്നാണ് കാണുന്നത് എങ്കിൽ നിങ്ങളത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ അഡ്മിൻ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു നെയിമിൽ, അതായത് ഗ്രൂപ്പിൻ്റെ നെയിമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പുതുതായി നമുക്ക് ആരെങ്കിലും ആഡ് ചെയ്യാനുള്ള ഈ ഒരു ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരാളെ ഞാനിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഒരു നമ്പർ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ ഞാനിവിടെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുകയാണ്. അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ഓപ്ഷൻ വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, മെസ്സേജ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാറ്റുകളും പുതുതായി ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ ആഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ പഴയ ചാറ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ആരെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും പഴയ ചാറ്റുകൾ നമ്മൾ പുതുതായി ആഡ് ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വാട്സപ്പിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ.